വെൽക്കം ടു പുളിയും സ്വാദും. ഇന്നത്തെ എൻ്റെ എപ്പിസോഡിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഗ്യാസ് കത്തിക്കുകയോ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരിട്ട് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഒരു പിക്കിളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ പിക്കിളിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഗ്രീൻ ആപ്പിൾ ആദ്യം തന്നെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ തൊലി കളയാനായിട്ട് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. കാരണം ഗ്രീൻ ആപ്പിളിൻ്റെ തൊലിക്ക് ഭയങ്കര കയ്പ്പായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊലി കളയാനായിട്ട് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. അരിഞ്ഞു വെച്ചിരുന്ന ആ ഒരു ആപ്പിള് ഞാനിവിടെ വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നീട് ഒരൽപ്പം, അതായത് ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ കായപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഇതൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് ഒരു 4-5 കറിവേപ്പില ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പിക്കിൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ബായ്.